എക്സസൈസ് 9.1 ക്വസ്റ്റ്യൻ നമ്പർ 4 നമുക്ക് രണ്ട് മെത്തേഡിലാണ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ രണ്ട് മെത്തേഡ് ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീഡിയോ എൻഡ് വരെ കാണുക, രണ്ട് മെത്തേഡ് മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ്. Exercise 9.1 question number 4. The diagonal of a quadrilateral shaped field is 24 meter and the perpendiculars dropped on it from the remaining opposite vertices are 8 meter and 13 meter. Find the area of the field. ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ ഷേപ്ഡ് ഫീൽഡ് ഉണ്ട്. അതിൻ്റെ ഡയഗണൽ 24 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഡയഗണലിലേക്ക് വരുന്ന ഓപ്പോസിറ്റ് വേർട്ടിസസിൽ നിന്ന് വരുന്ന പെർപെൻഡിക്കുലേഴ്സിൻ്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഫീൽഡിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് വരച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ പോവാണ് ഞാൻ. ഇതാണ് ഒരു ക്വാഡ്രിലാറ്ററൽ ABCD. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ട് എന്താ, ഡയഗണൽ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഷേപ്ഡ് ഫീൽഡ് ഈസ് 24 മീറ്റർ. അപ്പോൾ ഇതിനൊരു ഡയഗണൽ വരയ്ക്കുകയാണ്. ഇതാ BD എന്ന് പറഞ്ഞൊരു ഡയഗണൽ വരച്ചു. ഇത് 24 മീറ്റർ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് പെർപെൻഡിക്കുലേഴ്സ് ഡ്രോപ്ഡ് ഓൺ ഇറ്റ് ഫ്രം ദ റിമൈനിങ് ഓപ്പോസിറ്റ് വേർട്ടീസസ്. അതായത് ഇവിടെ ഈ ഡയഗണലിലെ ഓപ്പോസിറ്റ് വേർട്ടീസസ് ഏതൊക്കെയാണ്? ഒന്ന് എയും ഒന്ന് സിയും ആണ്. ഈ ഓപ്പോസിറ്റ് വേർട്ടീസസിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലേഴ്സ് അതിൻ്റെ ലെങ്ത്താണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഒരു പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത്ത് എത്രയാണ്? 13 മീറ്റർ ആണ്. മറ്റൊന്നിൻ്റെ ലെങ്ത്ത് 8 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇനി ആദ്യം നമ്മൾ എന്ത് ചെയ്ത്, ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നമുക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല അല്ലേ? അപ്പോൾ നമ്മൾ 1-2 പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിച്ചു. ദെൻ ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് പിക്ചറൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ആദ്യം ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചു, അതിനൊരു പേര് കൊടുത്തു ABCD എന്ന്. ദെൻ എന്തോ ചെയ്തു, അതിലൊരു ഡയഗണൽ വരച്ചു. ഡയഗണലിൻ്റെ ഓപ്പോസിറ്റുള്ള രണ്ട് വേർട്ടീസസ്, അതിവിടെ എയും സിയും ആണ്. അതിൽ നിന്ന് ഡയഗണലിലേക്ക് വരുന്ന പെർപെൻഡിക്കുലേഴ്സിൻ്റെ ലെങ്ത്താണ് ഇവിടെ തന്നിട്ടുള്ളത്. 8 മീറ്ററും 13 മീറ്ററും. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ഇത് നമ്മളതും ഈ പിക്ചറിൽ അടയാളപ്പെടുത്തി. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഗിവൺ എന്താണ്? BD എന്ന് പറഞ്ഞാൽ ഡയഗണൽ 24 മീറ്റർ ആണ്. പിന്നെ നമ്മളോട് പറഞ്ഞു ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലേഴ്സ്, ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ ഡ്രോപ്ഡ് ഓൺ BD. അത് എത്രയൊക്കെയാണ്? അതിന് നമുക്ക് ഒരെണ്ണത്തിന് H1 എന്ന് കൊടുക്കാം. H1 എത്രയാണ്? 13 മീറ്റർ ആണ്. രണ്ടാമത്തേതിന് H2 എന്ന് കൊടുക്കാം. അത് 8 മീറ്റർ ആണ്. രണ്ട് പെർപെൻഡിക്കുലേഴ്സ് വന്നിട്ടുണ്ടല്ലോ. ഒരെണ്ണം നമുക്ക് H1ഉം ഒരെണ്ണം H2 ആയിട്ട് കൊടുക്കാം. അത് രണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് എന്താണ് ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ക്വാഡ്രിലാറ്ററലിനെ രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇത് ട്രയാങ്കിൾ 1, ഈ കാണുന്നത് ഇതൊരു ട്രയാങ്കിൾ 1 ആണ്. ഇനി ഇതോ ട്രയാങ്കിൾ 2. ഇത് 1, ഇത് 2. അങ്ങനെ ആ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഏരിയ കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ കിട്ടുമല്ലോ. മനസ്സിലായില്ലേ? ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് ഏരിയ ഓഫ് ദ ഫീൽഡ് ഇവിടെ ക്വാഡ്രിലാറ്ററലാണ്. സോ അതിൻ്റെ ഏരിയ കാണണമെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ട്രയാങ്കിളിൻ്റെയും ഏരിയ കണ്ടുപിടിച്ചിട്ട് അത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ കിട്ടും. ആണല്ലോ? നമുക്കൊന്നും കൂടെ എഴുതാം. ഞാൻ ആ ഫിഗർ ഒന്നും കൂടെ വരയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ട്രയാങ്കിൾ, ഇതാണ് രണ്ടാമത്തെ ട്രയാങ്കിൾ. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ നമുക്കത് എഴുതാം. ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ്, രണ്ട് ട്രയാങ്കിളാന്ന് പറഞ്ഞു അല്ലേ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ADB. മനസ്സിലായോ? ഒരെണ്ണം ട്രയാങ്കിൾ ADB ആണ്. ഇതാണ് ഒരു ട്രയാങ്കിൾ ADB. മറ്റേതേതാണ്? ട്രയാങ്കിൾ BDC.
BDC. ഓക്കെ, രണ്ടും മനസ്സിലായല്ലോ. അപ്പോൾ ട്രയാങ്കിൾ ADB മനസ്സിലായി, ട്രയാങ്കിൾ BDC. അപ്പോൾ ഏരിയ ഓഫ് ADB പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BDC. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADB എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ, അതായത് ട്രയാങ്കിൾസിൻ്റെ ഏരിയ കാണാനായിട്ട്, അതൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ഏരിയ കാണാനായിട്ട് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ഇവിടെ ബേസിൻ്റെ പ്ലേസിൽ വന്നിട്ടുള്ളത് BD ആണ്. BD രണ്ടിനും സെയിം ആയിരിക്കും. ഓക്കെ, BD ഇൻറ്റു H1. ഫസ്റ്റത്തെ ട്രയാങ്കിളിൻ്റെ കേസിൽ ഇതാ ഇങ്ങോട്ടാണല്ലോ ഇത് വരുന്നത്, H1 ആണ് തന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ കേസിൽ ഹാഫ് ഇൻറ്റു ഇവിടുത്തെ ബേസ് ഏത് തന്നെയാണ്? BD തന്നെയാണ്. സോ ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് H2. ഇതാ ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഇത് H2. ഇതിൻ്റെ രണ്ടിൻ്റെയും ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ഇൻറ്റു BD എന്ന് പറയുന്നത് എത്രയാ? 24 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി H1 എന്താണ് തന്നിട്ടുണ്ട്? ഒരെണ്ണിൽ 13 ആണ്, പ്ലസ് ഹാഫ് ഇൻറ്റു BD എന്ന് പറയുന്നത് 24 ആണ്, ഇൻറ്റു H2 എന്ന് പറയുന്നത് 8 ആണെന്നും തന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത് ഹാഫ് ഇൻറ്റു 24. 24ൽ ക്യാൻസൽ ആയിപ്പോയി, ഇവിടെ 12 വരും, ഇവിടെയും 12 വരും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളിടത്ത് എഴുതാം. എന്താ വരുന്നത്? 12 ഇൻറ്റു 13 പ്ലസ് 12 ഇൻറ്റു 8. ഇങ്ങനെയാണല്ലോ വരുന്നത്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ആരാ? 12 ആണ്. സോ നമ്മൾ 12നെ പുറത്തെടുക്കുകയാണ്. 12 ഇൻറ്റു 13 പ്ലസ് 8. 12 ഇൻറ്റു 13 പ്ലസ് 8. 13 പ്ലസ് 8 എത്രയാ? 21 ആണ്. ഇനി 12 പ്ലസ് 21 അല്ല സോറി 12 ഇൻറ്റു 21. 12 ഇൻറ്റു 21 എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ്? 252 മീറ്റർ സ്ക്വയർ. ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ എന്താണ്? ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് എത്ര വരും? 252 മീറ്റർ സ്ക്വയർ. ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ മീറ്റർ സ്ക്വയറിൽ കൊടുത്തത്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം നമ്മൾ പിക്ചറൈസ് ചെയ്യുക, അതിന് ശേഷമാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഈ എക്സസൈസ് 9.1 ക്വസ്റ്റ്യൻ നമ്പർ 4 നമുക്ക് 2 മെത്തേഡിലാണ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ 2 മെത്തേഡ് ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീഡിയോ എൻഡ് വരെ കാണുക, 2 മെത്തേഡ് മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് മെത്തേഡ് നോക്കാം. സെക്കൻഡ് മെത്തേഡിൽ എന്താ പറയണേ വെച്ചാൽ, അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്, അതിന് ഒരു ഡയഗണൽ BD എന്ന് പറഞ്ഞത് തന്നിട്ടുണ്ട് 24 മീറ്റർ ആണ്. ദെൻ ആ ഡയഗണലിന് ഓപ്പോസിറ്റുള്ള 2 വേർട്ടീസസിൽ നിന്നും ഓരോ പെർപെൻഡിക്കുലേഴ്സ് ഡയഗണലിലേക്ക് വരുന്നുണ്ട്. ആ പെർപെൻഡിക്കുലേഴ്സിൻ്റെ ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? ഒരെണ്ണം 8 മീറ്റർ, ഒരെണ്ണം 13 മീറ്റർ. അതിന് H1 എന്നും H2 എന്നും പേര് കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി ഏരിയ ഓഫ് ABCD നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, ഇത് ഞാനൊന്നും കൂടെ ആ ക്വാഡ്രിലാറ്റർ എടുത്ത് വരയ്ക്കുകയാണ്. ഇതാണ് BD. അപ്പോൾ ABCD ഇതിനകത്ത് ഇതാണ് ഡയഗണൽ. അപ്പോൾ 24 മീറ്റർ എന്ന് കൊടുത്തു. ഇനി ഈ ഡയഗണലിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഇവിടെ നിന്ന് A എന്ന് പറഞ്ഞ വേർട്ടിസസിൽ നിന്ന് വരുന്ന ഒരു പെർപെൻഡിക്കുലർ വരച്ചു. C എന്ന് പറഞ്ഞ വേർട്ടിസസിൽ നിന്ന് വേറൊരു പെർപെൻഡിക്കുലർ വരച്ചു. ഇത് H1 എന്ന് കൊടുത്തു, ഇത് H2 എന്ന് കൊടുത്തു. ഓക്കെ, H1 എത്രയാണ്? 13 മീറ്റർ ആണ്. H2 എന്ന് പറയുന്നത് 8 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോവാണ്. ഈ ഏരിയ ഓഫ് ABCD, അതായത് ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. നേരത്തെ കണ്ടുപിടിച്ചത് എങ്ങനെയായിരുന്നു? ഇവിടെ 2 ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. ആ 2 ട്രയാങ്കിൾസിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് ആഡ് ചെയ്തപ്പോൾ എന്തായി? ഈ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ കിട്ടി. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏരിയ ഓഫ് ABCDക്ക് നമുക്കൊരു കറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു ഇക്വേഷൻ? D/2 ഇൻറ്റു H1 പ്ലസ് H2. ഓക്കെ, D/2 ഇൻറ്റു H1 പ്ലസ് H2 ആണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. H1 H2 എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ടുള്ള 2 പെർപെൻഡിക്കുലേഴ്സ് ആണ്. D എന്ന് പറയുന്നത് ഇവിടെ ഡയഗണലാണ്. സോ നമുക്ക് ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ കാണാണ്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് മുൻപത്തെ സിലബസിൽ പഠിക്കാനുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനല്ലേ പഠിക്കേണ്ടു ഇങ്ങനത്തെ പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. മറ്റേതാകുമ്പോൾ 2 ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് അങ്ങനെ ചെയ്യണം. ഇതാകുമ്പോൾ ഈ ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഏരിയ ഓഫ് ABCD H1 H2 എന്ന് പറയുന്ന അവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസസ് ആണ്. ഇനി പെർപെൻഡിക്കുലേഴ്സിൻ്റെ ലെങ്ത് ആണ്. D എന്ന് പറയുന്നത് അവിടെ ഡയഗണലാണ്. അപ്പോൾ D ഇവിടെ തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? 24 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു H1 എന്ന് പറയുന്നത് 13 പ്ലസ് H2 എന്ന് പറയുന്നത് 8 ആണ്.
സോ 24/2 എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 13 പ്ലസ് 8 ദാറ്റ് ഈസ് 12 ഇൻറ്റു 21. എഗെയിൻ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്താണ്? 252 മീറ്റർ സ്ക്വയർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 252 മീറ്റർ സ്ക്വയർ. രണ്ട് മെത്തേഡും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലോ മെയിൽ ID കൊടുക്കുന്നുണ്ട്, അതിനകത്തോ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറയാനുണ്ടെങ്കിൽ മെയിൽ IDയിലോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് നിങ്ങൾക്കത് ആക്സസ് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിനാണ്. മനസ്സിലായോ? എനിക്ക് എല്ലാതും ഒരു ഒറ്റയടിക്ക് ഒരു ക്വസ്റ്റ്യൻസ് മൊത്തം ഒരു വീഡിയോ ആയിട്ട് ഇടാൻ അറിയാം. പക്ഷേ വളരെ ടൈം എടുത്ത് ഓരോന്നും ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കൂട്ടത്തിൽ എല്ലാ തരത്തിലുള്ള കുട്ടികളുണ്ട്. സ്ലോ ആയിട്ട് ലേൺ ചെയ്യുന്നവരുണ്ട്, ഈസി ആയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുണ്ട്. അപ്പോൾ രണ്ട് കൂട്ടരെയും ഉദ്ദേശിച്ചാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പെട്ടെന്നായിട്ട് കാര്യങ്ങൾ വേണ്ടവർ എന്ത് ചെയ്യുക? വീഡിയോൻ്റെ സ്പീഡ് കൂട്ടിയിടുക. ഓക്കെ, ചിലവരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ലോ ആണെന്ന്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് വേണ്ടവർ വീഡിയോൻ്റെ സ്പീഡ് കൂട്ടിയിടുക. നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അതിനകത്ത്, യൂട്യൂബിനകത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഓപ്ഷൻ കൂട്ടിയിടുക. അല്ലാത്തവരെയും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് സ്ലോ ആയിട്ടായിരിക്കും നമ്മൾ, അതായത് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയായിരിക്കും നമ്മൾ ഇനിയും വീഡിയോസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സഹകരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.